ഹായ് കൂട്ടുകാരെ, കൊത്തമല്ലി ചമ്മന്തിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പാലക്കാടൻ കൊത്തമല്ലി ചമ്മന്തി. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ ചോറ്റുപാത്രത്തിൽ വെച്ച് തരാറുള്ള സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയാണിത്. ഇത് കഴിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതുമാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ഗർഭപാത്രത്തിന് വരുന്ന അസുഖങ്ങൾ എല്ലാം ഈ ഒരു കൊത്തമ്പാലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ ആശ്വാസം കിട്ടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു കൊത്തമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റമടിച്ച ശേഷം പണിക്കാർ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് പൂക്കാനുള്ളൊരു പ്രവണതയുണ്ട്. നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ പൂത്തുപോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ, ഒരു ബോട്ടിലാക്കി അടച്ച ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ച് അനേക ദിവസങ്ങൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചേരുവകൾ പരിചയപ്പെടുത്താം. 3 ടീസ്പൂൺ അളവിലാണ് മല്ലി ഞാൻ എടുത്തിട്ടുള്ളത്. 3 വറ്റൽമുളക്, കപ്പൽ മുളക് എന്നൊക്കെ പറയും, ഉണക്കമുളക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു പിടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകമാണ് എടുത്തിട്ടുള്ളത്. ഒരു തുണ്ട് പുളി, വാളംപുളി, അധികം പുളിയില്ലാത്ത പുളിയാണ് ഇത്, നല്ല ശുദ്ധമായ നാടൻ പുളി. കുറച്ച് കറുവേപ്പിലയും, ഇനി കുറച്ച് നാളികേരവും ഉപ്പും കൂട്ടി നമുക്കിത് വറുത്തരയ്ക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒപ്പം ചേർത്ത് വറുത്തെടുക്കാം. മല്ലി, മുളക്, ഉള്ളി, ഉപ്പ്, ജീരകം, പുളി, കറിവേപ്പില എല്ലാം കൂടെ നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ. കരിഞ്ഞു പോവരുത് ഒരിക്കലും. പുളിയും ഒപ്പം ചേർത്ത് കൊടുക്കണേ, ഉപ്പും. നാളികേരം നമുക്ക് ഇതൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം എല്ലാം ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരമുറിയോളം നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നാളികേരമൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഇത് ഞാൻ അമ്മിയിലാണ് അരച്ച് ഉരുട്ടാൻ പോകുന്നത്. മിക്സിയിലും അരയ്ക്കാം, അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്ന് മാത്രം. അപ്പം ഞാനിത് ഇനി ഇളം ചൂടോടുകൂടി തന്നെ അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അമ്മിയിൽ ഇങ്ങനെ അരച്ചെടുക്കാം. ചമ്മന്തി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അരച്ചുരുട്ടിയ ചമ്മന്തി നല്ല രുചിയായിരിക്കും, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കഞ്ഞിക്കൊപ്പം.